ഗതാഗതത്തിൻ്റെ ഭാവി മാറുകയാണ്. എങ്ങനെയെന്നല്ലേ, പറക്കുന്ന കാറുകൾ എക്കാലവും നമുക്കൊക്കെ ഒരു സ്വപ്നമായിരുന്നു. റോഡിലൂടെ പോകുന്നത് നമ്മുടെ കാർ പെട്ടെന്ന് പറന്നുയർന്നാൽ എന്ത് രസമായിരിക്കുമെന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ അതിപ്പോൾ സാധ്യമായിരിക്കുന്നു. ചൈനയുടെ എക്സ്പെങ് X2 ഫ്ലൈയിങ് കാർ ദുബായിൽ ആളില്ലാതെ പരീക്ഷണ പറക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു 2 സീറ്റുള്ള ഇലക്ട്രിക് വെഹിക്കിളാണ്. eVTOL എന്നാണ് ഈ തരം എയർക്രാഫ്റ്റുകൾക്ക് പറയുന്നത്. eVTOL എന്നാൽ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർക്രാഫ്റ്റ് എന്നാണ് അർത്ഥം. ഒരു ഹെലികോപ്റ്റർ പോലെ. അങ്ങനെ ഗതാഗതത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കും എന്ന് വിശ്വസിക്കാവുന്ന ചൈനയുടെ X2 പറക്കുന്ന കാറുകളുടെ ഇവല്യൂഷനിൽ ഒരു നാഴികക്കല്ലായി മാറുകയാണ്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. എക്സ്പെങ് X2 ഫ്ലൈയിങ് കാറിന് 130 കിലോമീറ്റർ വരെ സ്പീഡ് ആർജിക്കാനാകും. അതേപോലെ തന്നെ 35 മിനിറ്റ് നേരത്തോളം ആകാശത്ത് എയർബോണായി നിൽക്കുവാനാകും. ഇതെങ്ങനെ പ്രാക്ടിക്കലാകുമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിനുത്തരം പറയുന്നതിന് മുൻപ് എക്സ്പെങ് X2വിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. eVTOL മൾട്ടി കോപ്റ്റർ എന്ന് വിളിക്കുന്ന ഈ ഫ്ലൈയിങ് കാറിൻ്റെ പൈലറ്റിംഗ് ഓട്ടോണമസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ 35 മിനിറ്റ് വരെ എയർബോണായി നിൽക്കുവാൻ കഴിയുന്ന X2വിൻ്റെ ക്രൂസിംഗ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 300 മുതൽ 500 മീറ്റർ വരെയാണ്. 8 പ്രൊപ്പല്ലറുകളും അതേപോലെ 8 ഇലക്ട്രിക് മോട്ടോറുകളുമാണ് എക്സ്പെങ് X2വിന് ഉള്ളത്. ബാറ്ററി തന്നെയാണ് ഇതിൻ്റെ പവർ സോഴ്സ്. DEP എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ മതിയായ സുരക്ഷ തീർക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. 8 മോട്ടോറുകളും 8 പ്രൊപ്പല്ലറുകളുമാണ് ഇതിനുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അതുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ പ്രൊപ്പല്ലറോ മോട്ടോറോ തകരാറിലായാലും മറ്റ് വർക്ക് ചെയ്യുന്ന പ്രൊപ്പല്ലറും മോട്ടോറും വാഹനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുവാൻ സഹായിക്കും. ഈ ഒരു എയർക്രാഫ്റ്റിന് ഒന്നിലേറെ റിഡൻഡൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. സ്ഫെറിക്കൽ എൻവയോൺമെൻറ്റ് ഡിറ്റക്ഷൻ, ഓട്ടോണമസ് റിട്ടേൺ ആൻഡ് ലാൻഡിംഗ്, ഗ്രൗണ്ട് മോണിറ്ററിംഗ്, റിയൽ ടൈം വീഡിയോ, ഓംനി ഡയറക്ഷണൽ ക്യാമറ, അതേപോലെ ഒരു എമർജൻസി ബാലിസ്റ്റിക് പാരച്യൂട്ട്. ഇതെല്ലാം ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഭാഗമാണ്. ഒരു പക്ഷേ വ്യക്തിഗത ഗതാഗതത്തിൻ്റെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണ് എക്സ്പെങ് X2 നമുക്ക് സമ്മാനിക്കുന്നത്. ഇലക്ട്രിക് കാറുകളുടെ മാർക്കറ്റിലെ ആധിപത്യം അങ്ങനെ തുടരുമ്പോഴും ഈ ചൈനീസ് ഇലക്ട്രിക് എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ച് അവരുടെ ആധിപത്യം അവിടെയും ലോകത്തിന് അവർ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടാൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ ഏതോ ഒരു വാഹനമെന്ന് നമുക്ക് തോന്നും. എന്നാൽ സത്യം അതല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ചൈനയിലെ എയ്റോ HT എന്ന കമ്പനിയുമായി ചേർന്നാണ് എക്സ്പെങ് ഈ ഫ്ലൈയിങ് കാർ നിർമ്മിച്ചിരിക്കുന്നത്. 2024 ബീജിങ്ങിലെ ഡാക്സിങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എക്സ്പെങ് എയ്റോ HT X2വിൻ്റെ ഫ്ലൈയിങ് കാറുകളുടെ ആദ്യ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയത്. ഇപ്പോഴത്തെ ഈ കാറുകൾ എക്സ്പെങ് X2 കാറുകളുടെ 5ാമത്തെ ജനറേഷനാണ്. ഫ്യൂച്ചറിസ്റ്റിക് എന്നാണ് ഈ ഫ്ലൈയിങ് കാറുകളെ വിശേഷിപ്പിച്ചത്. സുപ്പീരിയർ എയറോഡൈനാമിക്സ്, എക്സലൻറ്റ് ഫ്ലൈറ്റ് പെർഫോമൻസ്, അതാണ് X2വിൻ്റേത് ഒരു കാർബൺ ഫൈബർ ബോഡി ആയതുകൊണ്ട് വളരെ ലൈറ്റാണ്. വായുവിൽ ആയാസരഹിതമായി ഗ്ലൈഡ് ചെയ്യുവാൻ അത് X2വിനെ സഹായിക്കുന്നു. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ ആകാശ ദൃശ്യ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ ഇതിലും നല്ലൊരു മാർഗം ഇല്ല. ഷോർട്ട് ഡിസ്റ്റൻസ് യാത്രകൾക്ക്, അതേപോലെ തന്നെ ലോ ഓൾട്ടിറ്റ്യൂഡ് സിറ്റി ഫ്ലൈറ്റ്സ്, ഇതിനെല്ലാം X2 വലിയ സഹായകമാകും. ചുരുക്കത്തിൽ അർബൻ എയർ മൊബിലിറ്റി X2 അസാധാരണമാം വിധം ഉയർത്തും എന്ന സാരം. സൈറ്റ് സീ, അതേപോലെ തന്നെ മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ഇതിനൊക്കെ X2 പോലെയുള്ള ഫ്ലൈയിങ് കാറുകൾ ഉപകാരപ്പെടും എന്ന് വിദഗ്ധർ പറയുന്നു. എക്സ്പെങ് X2 2 ഡ്രൈവിംഗ് മോഡിലാണ് വരുന്നത്. ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് മാനുവൽ, അതേപോലെ ഹാൻഡ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളവർക്ക് ഓട്ടോമാറ്റിക്. നമ്മുടെ കാറുകളിലെ പോലെ ഒരു പുഷ് ബട്ടണിൽ വിമാനം പറന്നു ഉയരുകയായി. വലിയ നഗരങ്ങളിലെ ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടക്കുവാൻ ആഗ്രഹിക്കാത്ത ടെക്നോളജി എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ X2 വലിയ ഒരു അനുഗ്രഹമാകും. എന്നാൽ നാളെ എല്ലാവരും X2വിൽ പറക്കാൻ ആരംഭിച്ചാൽ ആകാശത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതൊരു ലോ ഓൾട്ടിറ്റ്യൂഡ് ഫ്ലൈയിങ് കാറാണ്. സാധാരണ വിമാനങ്ങളെ പോലെയുള്ള പ്രോട്ടോക്കോളൊന്നും പറക്കുന്നതിന് ഇവർക്കുണ്ടാകില്ലല്ലോ. എയ്റോ HTക്ക് താമസിയാതെ തന്നെ കൊമേഴ്ഷ്യലായി ലോഞ്ച് ചെയ്യാനുള്ള ഒരു ആലോചനയുണ്ട്. ഈ വർഷാവസാനത്തോടുകൂടി ഓർഡറുകൾ എടുക്കുവാനാണ് എയ്റോ HTയുടെ ഇപ്പോഴത്തെ തീരുമാനം. എത്രയാണ് X2വിൻ്റെ വില വരുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കമ്പനി വെളിപ്പെടുത്തലുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. 2013 മുതൽ ഈ കമ്പനി
ഫ്ലൈയിങ് കാറുകളുടെ പണിപ്പുരയിലാണ്. 2022 ദുബായിൽ X2വിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത്. എക്സ്പെങ് X2വിൻ്റെ ദുബായിലെ പരീക്ഷണ പറക്കൽ ചരിത്രപരമായ ഒരു നിമിഷമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്നും ഒരു സ്പെഷ്യൽ ഫ്ലൈയിങ് പെർമിറ്റ് കിട്ടിയതോടെയാണ് X2 അതിൻ്റെ പരീക്ഷണ പറക്കൽ ക്ഷണിക്കപ്പെട്ട ഒരു 150 പേരുടെ മുൻപിൽ വെച്ച് നടത്തിയത്. ചൈനീസ് ഒഫീഷ്യൽസ്, ദുബായ് ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ്, കൂടാതെ ദുബായിലെ ടൂറിസത്തിലെ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് X2 പറന്നത്. സ്കൈ ഡൈവ് ദുബായിലാണ് ഈ പരീക്ഷണ പറക്കൽ സംഘടിപ്പിച്ചത്. ലോ ഓൾട്ടിറ്റ്യൂഡ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു ടെർമിനോളജി തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താണ് ഈ ലോ ഓൾട്ടിറ്റ്യൂഡ് ഇക്കോണമി? നമ്മുടെ ആകാശത്തിൻ്റെ 1000 മുതൽ 3000 മീറ്റർ വരെയുള്ള ഉയരം വ്യാവസായികവും അതേപോലെ വാണിജ്യപരവുമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനെയാണ് ലോ ഓൾട്ടിറ്റ്യൂഡ് ഇക്കോണമി എന്ന് പറയുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ പലവിധ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ നടക്കുക. മാൻഡ് അതേപോലെ അൺമാൻഡ് ഏരിയൽ വാഹനങ്ങൾ, ആമസോൺ ചെയ്യുന്നത് പോലെയുള്ള ഡ്രോൺ ഡെലിവറി, ഏരിയൽ ഇൻസ്പെക്ഷൻസ്, ടൂറിസം, അടിയന്തര സ്വഭാവമുള്ള സർവീസുകൾ, അതേപോലെ തന്നെ ഫ്ലൈയിങ് കാറുകൾ പോലെയുള്ള അർബൻ മൊബിലിറ്റി സൊല്യൂഷൻസ്, ഇതെല്ലാം ഈ LAE സെക്ടറിൽ, ലോ ഓൾട്ടിറ്റ്യൂഡ് ഇക്കോണമി സെക്ടറിൽ വരുന്നു. ഈ ഒരു മേഖല, ലോ ഓൾട്ടിറ്റ്യൂഡ് ഇക്കോണമി, സർക്കാരുകളുടെ പിന്തുണയോടെ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. 2026 $138 ട്രില്യൺ മൂല്യമുള്ള ഒരു ഇക്കോണമിയായി അത് മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രൊജക്ഷൻസ്. ചൈന തന്നെ 26 പ്രൊവിൻസുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോഴും വേണ്ട വിധം ഡെവലപ്പ് ചെയ്യാത്ത ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാത്ത നിയന്ത്രണ നിയമങ്ങൾ, ഇതൊക്കെയും ഇതിൻ്റെ പുരോഗതിയുടെ വേഗത കുറയ്ക്കുന്നുണ്ട്. ഫ്ലൈയിങ് കാറുകൾ വ്യക്തിഗത ഗതാഗതത്തിൽ നാളെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ചൈനീസ് ഗവൺമെൻറ്റിന് യാതൊരു സംശയവുമില്ലാത്തതുകൊണ്ട് അവർ ഈ ഒരു മേഖലയിൽ അസാധാരണമായി കൊടുക്കുന്ന പിന്തുണയും ഊന്നലും വളരെ വലുതാണ്. ലോ ഓൾട്ടിറ്റ്യൂഡ് ഇക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രദ്ധയും. പല കാരണങ്ങൾ കൊണ്ടും ഈ പറക്കുന്ന കാറുകൾ പ്രയോജനപ്രദമാണ്. ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് ഇവർ ബാറ്ററി ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആണ്. 60% എനർജി ഇവർ സേവ് ചെയ്യുന്നു, 90% എമിഷൻ കുറയ്ക്കുന്നു, 65% ശബ്ദശല്യവും കുറയ്ക്കുന്നു. നഗര ചുറ്റുപാടുകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇവർ എന്നാണ് കണ്ടെത്തൽ. നമ്മൾ കരുതുന്നതിനും അപ്പുറമാണ് ചൈനയുടെ ഈ രംഗത്തെ വളർച്ച. ഒട്ടേറെ കമ്പനികൾ ഈ VTOL വിപ്ലവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹോണ്ടയും ടെസ്ലയും ഈ പറക്കും വാഹനങ്ങളുടെ നിർമ്മാണത്തിലാണ് എന്നാണ് അറിയുന്നത്. എന്നാൽ എന്നത്തേക്ക് അവരൊക്കെ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഈ പറക്കും കാറുകൾ $4,999 ലഭിക്കുമെന്ന മട്ടിൽ പ്രചാരണങ്ങളും ശക്തമാണ്. പക്ഷേ അതൊരിക്കലും പ്രായോഗികമല്ല. അതൊന്നും യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള പ്രചാരണങ്ങളുമല്ല. ചിലരൊക്കെ പറയുന്നത് $2 ലക്ഷം എങ്കിലും ഇതിന് വില വരുമെന്നാണ്. മറ്റു ചിലർ പറയുന്നത് $2,80,000 എങ്കിലും വില വരും എന്നാണ്. നമ്മുടെ വിസ്തൃതമായ ആകാശം, വെറുതെ കിടക്കുന്ന ആകാശം എന്നാണ് ഇങ്ങനെയൊരു LAE റെവല്യൂഷന് തയ്യാറെടുക്കുന്നത്. നമുക്കെന്ന് സാധിക്കും അത്? ഉത്തരം അത്ര എളുപ്പമല്ല. ഒട്ടേറെ കടമ്പകൾ നമുക്ക് അതിനായി കടക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖലയാണ് ഇത്. വരും കാലങ്ങളിൽ നമ്മളും അവിടേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.